വിചാരണ കോടതി കുറ്റവാളിക്ക് വധശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ നിയമ നടപടികൾ അവിടം കൊണ്ട് അവസാനിക്കില്ല. വിചാരണ കോടതി വിധിയിൽ മേൽക്കോടതികളിലേക്ക് അപ്പീൽ പോകാം. വധശിക്ഷ സുപ്രീം കോടതി കൂടി ശരിവച്ചാൽ കുറ്റവാളി പിന്നീട് സമീപിക്കുന്നത് രാഷ്ട്രപതിയെയാണ്. ദയാഹർജി രാഷ്ട്രപതി തള്ളിയാൽ വധശിക്ഷ ഒഴിവാക്കാനുള്ള വഴികളെല്ലാം അടഞ്ഞു എന്നർത്ഥം. വധശിക്ഷ ശരിവയ്ക്കപ്പെട്ടാൽ ബന്ധപ്പെട്ട കോടതി കുറ്റവാളിക്ക് ബ്ലാക്ക് വാറണ്ട് പുറപ്പെടുവിക്കും. അതായത് കുറ്റവാളിയെ തൂക്കിക്കൊല്ലാൻ ജയിലിനുള്ള അനുമതിയാണിത്. ഇതോടെ കുറ്റവാളിയെ ജയിലിലെ പ്രത്യേക സെല്ലിലേക്ക് മാറ്റും. എല്ലാ ദിവസവും വൈദ്യപരിശോധന നടത്തും. പൂർണ്ണ ആരോഗ്യവാനാണെങ്കിൽ മാത്രമേ വധശിക്ഷ നടപ്പാക്കാവൂ എന്നാണ് നിയമം. പൂർണ്ണ ആരോഗ്യവാനെന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്തു കഴിഞ്ഞാൽ വധശിക്ഷ നടപ്പാക്കാനുള്ള നടപടികളിലേക്ക് ജയിൽ കടക്കും. കേരളത്തിൽ 2 ജയിലുകളിലാണ് വധശിക്ഷ നടപ്പാക്കുന്നത്. തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിൽ, കണ്ണൂർ സെൻട്രൽ ജയിൽ. കണ്ണൂരിൽ ഒരു സമയം 2 കുറ്റവാളികളെ തൂക്കിലിടാനുള്ള ഗാലോസ് ഉണ്ട്. തൂക്കിലേറ്റാനുള്ള കഴുമരമടക്കമുള്ള തടി കൊണ്ടുള്ള നിർമ്മിതിക്കാണ് ഗാലോസ് എന്ന് പറയുന്നത്. ഓരോ വധശിക്ഷയ്ക്കും പ്രത്യേകമായി തൂക്കുകയർ നിർമ്മിക്കണം. ജയിലിൽ തന്നെയാണ് കയർ തയ്യാറാക്കുന്നത്. പൂർണ്ണമായും പരുത്തിയിലാണ് കയർ നിർമ്മിക്കുന്നത്. 2.5 സെന്റിമീറ്റർ വ്യാസം കയറിനുണ്ടാകണം. കയറിന്റെ നീളം തൂക്കിലേറാൻ പോകുന്ന കുറ്റവാളിയുടെ ശരീരഭാരം അനുസരിച്ച് തീരുമാനിക്കും. ഭാരം കൂടുതലാണെങ്കിൽ കയറിന്റെ നീളം അതനുസരിച്ച് കുറയും. ഒരാളെ തൂക്കിലേറ്റാൻ 3 കയറുകൾ തയ്യാറാക്കും. അതിലൊന്ന് കുറ്റവാളിയെ തൂക്കിലേറ്റുന്നതിൻ്റെ തലേ ദിവസം അയാളുടെ ശരീരഭാരത്തിൻ്റെ 1.5 മടങ്ങ് ഭാരമുള്ള ഡമ്മിയെ കഴുമരത്തിലേറ്റി കയറിൻ്റെ ബലം പരിശോധിക്കും. കുറ്റവാളിയെ തൂക്കിലേറ്റുന്നത് പുലർച്ചെയാണ്. ജയിൽ സൂപ്രണ്ട് സെല്ലിലെത്തി കുറ്റവാളിയെ വാറണ്ട് വായിച്ചു കേൾപ്പിക്കും. തലയിലൂടെ കറുത്ത തുണിയിട്ട് മൂടും. കഴുമരത്തിൻ്റെ ചുവട്ടിൽ നിർത്തി കൈകൾ പിന്നിലേക്ക് കെട്ടും. കാലുകളും കൂട്ടിക്കെട്ടും. കയർ കഴുത്തിലിടും. ശേഷം ലിവർ വലിച്ച് പ്ലാറ്റ്ഫോമിലെ തട്ടുമാറ്റും. കുറ്റവാളി കയറിൽ തൂങ്ങി നിൽക്കും. 1 മണിക്കൂർ വരെയാണ് ഇങ്ങനെ തൂക്കിലേറ്റുന്നത്. ഡോക്ടറെത്തി മരണം സ്ഥിരീകരിക്കും. കയറിൽ നിന്ന് മൃതദേഹം വേർപെടുത്തി സെൻട്രൽ ജയിലിന് പുറത്തേക്ക് എത്തിക്കും. ഗാലോസിൽ നിന്ന് ജയിലിന് പുറത്തേക്ക് നേരിട്ട് തുറക്കാവുന്ന വാതിലുണ്ട്. അതിലൂടെയാണ് മൃതദേഹം പുറത്തെത്തിക്കുന്നത്. വധശിക്ഷ സമയത്ത് മാത്രമേ ഈ വാതിൽ തുറക്കുകയുള്ളൂ. മൃതദേഹം ഏറ്റെടുക്കാൻ ഉറ്റവരില്ലെങ്കിൽ സംസ്കാരം ജയിൽ വകുപ്പ് തന്നെ നടത്തും. കുറ്റവാളിയെ തൂക്കിലേറ്റാൻ ജയിൽ ജീവനക്കാർ തയ്യാറായില്ലെങ്കിൽ പുറത്തുനിന്ന് ആളെ വിളിക്കാം. വധശിക്ഷ നടപ്പാക്കാൻ ഇങ്ങനെ പുറത്തുനിന്ന് ആളെ വിളിക്കുന്നതിന് 2 ലക്ഷം രൂപ വരെയാണ് അനുവദിക്കപ്പെടുന്നത്. ഏറ്റവും ഒടുവിൽ നടന്ന വധശിക്ഷ ജയിൽ ജീവനക്കാരൻ തന്നെയാണ് നടപ്പാക്കിയത്. നിലവിലാരും സംസ്ഥാനത്തെ ജയിലുകളിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ഡെത്ത് റോയിലില്ല. ദയാഹർജി അനന്തമായി നീണ്ടുപോയാൽ വധശിക്ഷ ജീവപര്യന്തമായി കുറയുമെന്ന സുപ്രീം കോടതി ഉത്തരവും നിലവിലുണ്ട്. ആലുവ കൂട്ടക്കൊലക്കേസിലെ പ്രതി ആന്റണി വധശിക്ഷയിൽ ഇളവ് ലഭിച്ചിപ്പോൾ തുറന്ന ജയിലിലാണ്.